നമസ്കാരം. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ആരോപണങ്ങൾക്കെതിരെ മറുപടിയുമായി ഷാഫി പറമ്പിൽ MP രംഗത്ത്. ഇത് ആരോപണമല്ല, അധിക്ഷേപമാണെന്ന് ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. പരാമർശങ്ങൾ മറുപടി പോലും അർഹിക്കുന്നില്ല. ഇതാണോ 2026-ലെ CPM-ന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന് നേതാക്കന്മാർ വ്യക്തമാക്കണം. ഇതാണോ CPM-ന്റെ രാഷ്ട്രീയം? ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കാനാണോ തെരഞ്ഞെടുപ്പിലേക്കുള്ള മാനിഫെസ്റ്റോ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. മാധ്യമങ്ങളോടാണ് ഷാഫിയുടെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഷാഫി പറമ്പിൽ MP-ക്കെതിരെ ഗുരുതര ലൈംഗിക ആരോപണങ്ങളുമായി CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയത്. ഷാഫിക്കെതിരെയുള്ള ആരോപണം ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ഉടൻ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിക്കുകയായിരുന്നു. ഷാഫിയും രാഹുലും ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുകയാണെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ്മാഷാണ് ഷാഫി പറമ്പിലെന്നും കോൺഗ്രസിലെ പല നേതാക്കന്മാരും രാഹുലിന്റെ അധ്യാപകരാണെന്നുമാണ് സുരേഷ് ബാബു പരിഹസിച്ചത്. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിലിനെതിരെ ഗുരുതര ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ശക്തമായ നടപടിയാണെന്നും രാജിവെക്കണമെന്നും ഷാഫി പറയാൻ വെല്ലുവിളിക്കുകയാണ്. അതിനുള്ള ധൈര്യം ഷാഫിക്ക് ഉണ്ടാവില്ല. ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ്. രാഹുലിന്റെ ഹെഡ്മാഷാണ് ഷാഫി. പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുകയെന്ന് ജില്ലാ സെക്രട്ടറി ചോദിച്ചു. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ പെരുമാറാനാകുന്നത്? കാണാൻ ഭംഗിയുള്ള ആരെങ്കിലും കണ്ടാൽ ബംഗളൂരിന് ട്രിപ്പ് അടിക്കണമെന്നാണ് ഹെഡ്മാഷ് തന്നെ ചോദിക്കുന്നത്. അതിലും വലിയ അധ്യാപകരാണ് മുകളിലുള്ളത്. അതുകൊണ്ടാണ് വലിയ നേതാക്കൾ ഇവർക്കെതിരെ ഒന്നും മിണ്ടാത്തത്. രാഹുലിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സസ്പെൻഡ് ചെയ്തതിന് പിന്നിലും ഒരു കാരണമുണ്ട്. വന്നു മുറത്തിൽ കുത്തിയപ്പോഴാണ് നടപടി ഉണ്ടായത്. അത് എന്താണെന്ന് വഴി അറിയാമെന്നും സുരേഷ് ബാബു പറഞ്ഞു. ലൈംഗികാരോപണത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് മയപ്പെടുത്തി DCC പ്രസിഡന്റ് A തങ്കപ്പനും രംഗത്ത് വന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടി മാത്രമാണെന്നും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെന്നും പറഞ്ഞ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റപ്പെടുത്തേണ്ടതില്ലെന്നും പ്രതികരിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകും. MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകാൻ നിർദ്ദേശമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുമ്പോൾ വഴിമാറി പോകേണ്ടതില്ലെന്നും സംസാരിക്കേണ്ടതെന്നും ആരോടും പറഞ്ഞിട്ടില്ലെന്നും പാലക്കാട്ടെ ജനങ്ങളുടെ കാര്യം നോക്കാനാണ് രാഹുൽ മണ്ഡലത്തിൽ വന്നത്. രാഹുൽ വന്നില്ലെന്ന് ആദ്യം പറഞ്ഞു, ഇപ്പോൾ വന്നല്ലോ എന്നും തങ്കപ്പൻ ചോദിക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയത്. പാലക്കാട് എത്തുന്നതിന് മുൻപ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, DCC പ്രസിഡന്റ് തങ്കപ്പൻ, പാലക്കാട് MP VK ശ്രീകണ്ഠൻ എന്നിവരുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇക്കാര്യം ജില്ലാ നേതൃത്വവും അംഗീകരിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ശനിയാഴ്ച നിശ്ചയിച്ച യാത്ര സാങ്കേതിക കാരണങ്ങളാലാണ് ബുധനാഴ്ചയിലേക്ക് മാറ്റിയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് വിവരം വന്നത്. MLA എന്ന നിലയിൽ രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകണമെന്ന ആവശ്യം DCC നേതൃത്വവും മുസ്ലിം ലീഗും കോൺഗ്രസിനെ സംസ്ഥാന നേതാക്കളെ അറിയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 38 ദിവസത്തിനു ശേഷമാണ് ഓഫീസിലെത്തിയത്. കാണാനെത്തിയവരിൽ നിന്നും നിവേദനങ്ങൾ സ്വീകരിക്കുകയും ഔദ്യോഗികമായ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്തു. താൻ പാലക്കാട് തന്നെ തുടരുമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്നുമാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. രാഹുലിനെ സ്വീകരിക്കുവാനായി ജനപ്രതിനിധികൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഭാരവാഹികളും എത്തിയിരുന്നു. രാഹുലിനെ ഓഫീസിൽ പ്രവേശിക്കുവാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് മാർച്ച് നടത്തിയ BJP പ്രവർത്തകരെ രാവിലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗികാരോപണ കേസിൽ ഗർഭഛിദ്രത്തിന് ഇരയായതായി പറയുന്ന യുവതികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതും വൈകുന്നുണ്ട്. ഈ കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് ഇവർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ മൊഴിയെടുക്കുന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇനിയും തീരുമാനമെടുത്തിട്ടില്ല എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ഇവരുമായി രാഹുൽ സംസാരിക്കുന്ന ശബ്ദരേഖയിലാണ് ഇത്തരത്തിൽ ഗർഭഛിദ്രം സംബന്ധിച്ച സൂചനകൾ നിലനിൽക്കുന്നത്. പുറത്തുവന്ന സംഭാഷണങ്ങളിലുള്ള ശബ്ദം രാഹുലിന്റേതു തന്നെയെന്നാണ് സംഘം സ്ഥിരീകരിക്കുന്നത്. രാഹുൽ അശ്ലീല സംഭാഷണം നടത്തിയതടക്കം പരാതികൾ നൽകിയവരുടെ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ നിരവധി പേരുടെ മൊഴിയാണ് എടുത്തിട്ടുള്ളത്. ഇരകളാക്കപ്പെട്ട സ്ത്രീകളുമായി സംസാരിച്ച വനിതാ മാധ്യമപ്രവർത്തകരുടെ മൊഴിയടക്കം ഇക്കൂട്ടത്തിലുണ്ട്. രാഹുലിന്റെ മൊഴിയെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയനാക്കിയെന്ന ആരോപണം രാഹുൽ നേരിടുന്നുണ്ട് എങ്കിലും കേസിൽ തുടർ നടപടി സ്വീകരിക്കുവാൻ ഈ മൊഴി അനിവാര്യമാണ്. ഗർഭഛിദ്രം നടന്നതായി തെളിയിക്കുവാനും വെല്ലുവിളിയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ.
രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരായി ഉയർന്ന ലൈംഗിക പീഡന പരാതികളിൽ ജനങ്ങളോട് രാഹുൽ തന്നെ മറുപടി പറയണമെന്ന UDF ചെയർമാനും മുസ്ലിം ലീഗ് പ്രസിഡന്റുമായ മരക്കാർ മാരേമംഗലം പ്രതികരിച്ചിരുന്നു. അഗ്നിശുദ്ധി വരുത്തേണ്ടതുണ്ട്, അത് രാഹുലിന്റെ ബാധ്യതയാണ്. തെറ്റു ചെയ്തോ ഇല്ലയോ എന്നും പുറത്തുവന്ന ഓഡിയോ സന്ദേശങ്ങൾ തന്റേതാണോ അല്ലയോ എന്നും പറയേണ്ടത് രാഹുലാണ്. ജനപ്രതിനിധി മണ്ഡലത്തിൽ ഇല്ലാത്തതിന്റെ പേരിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് എന്നാണ് ലീഗിന്റെ നിലപാട്. രാഹുലുമായി നേരിട്ട് സംസാരിച്ചില്ല. പാർട്ടിയുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കൾ 27-ന് എത്തും. അവരുമായി പുതിയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും. രാഹുലിനെതിരായ മറ്റു നടപടികളിലേക്ക് കടക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു.